വലിയ കഫേകളിൽ നിന്ന് കിട്ടുന്ന കോഫിക്ക് ഇത്രയും നല്ല രുചി എങ്ങനെ കിട്ടുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു വലിയ രഹസ്യമൊന്നുമല്ല. വളരെ ലളിതമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ രുചി കിട്ടുന്നത്. ഇത് തുടങ്ങുന്നത് കോഫിപ്പൊടിയിൽ നിന്നാണ്. ബാരിസ്റ്റ ഒരു ചെറിയ ടൂൾ ഉപയോഗിച്ച് കോഫിപ്പൊടി ലെവലാക്കുന്നതും അതിനുശേഷം അത് നന്നായി അമർത്തി വെക്കുന്നതും നിങ്ങൾക്ക് കാണാം. കോഫിപ്പൊടി എല്ലായിടത്തും ഒരുപോലെ അല്ലെങ്കിൽ വെള്ളം എളുപ്പമുള്ള വഴിയിലൂടെ മാത്രം ഒഴുകിപ്പോവുകയും കോഫിക്ക് വെള്ളം ചേർന്ന പോലെയുള്ള മോശം രുചി ഉണ്ടാവുകയും ചെയ്യും. മെഷീനിൽ ഇത് വെക്കുന്നതിനു മുൻപ് അവർ കുറച്ച് ചൂടുവെള്ളം ഒഴുക്കിക്കളയുന്നത് കാണാം. പഴയ കോഫിയുടെ അംശങ്ങൾ കഴുകിക്കളയാനും ചൂട് കൃത്യമായി നിലനിർത്താനും വേണ്ടിയാണിത്. പിന്നീട് അവർ ഒരു ചെറിയ ഡിജിറ്റൽ സ്കെയിലിൽ വെച്ചാണ് കോഫി തയ്യാറാക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം അവർ അളവ് ഊഹിക്കുകയല്ല, മറിച്ച് കൃത്യമായ അളവിൽ മാത്രം കോഫി എടുത്ത് അതിന്റെ ഏറ്റവും നല്ല രുചിയിൽ വെച്ച് തന്നെ അത് നിർത്തുന്നു. എന്നാൽ ഇതിലെ യഥാർത്ഥ മാജിക് പാലിലാണുള്ളത്. പാൽ വെറുതെ തിളപ്പിക്കുന്നതിനു പകരം അവർ ആ സ്റ്റീം ചെയ്യുന്ന പൈപ്പ് ഒരു സൈഡിലേക്ക് വെച്ച് പാലിൽ ഒരു ചുഴി പോലെ ഉണ്ടാക്കുന്നു. ഇത് പാലിലേക്ക് ചെറിയ കുമിളകൾ ചേർക്കുകയും ഐസ്ക്രീം പോലെ നല്ല കട്ടിയുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ ചൂട് പാലിന്റെ സ്വാഭാവിക മധുരം പുറത്തുകൊണ്ടുവരുന്നതുകൊണ്ട് ഇതിൽ വേറെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. സ്റ്റീം ചെയ്ത ശേഷം പാൽ ഉണങ്ങിപ്പിടിക്കാതിരിക്കാൻ ഉടൻ തന്നെ അവർ ആ പൈപ്പ് തുടച്ച് വൃത്തിയാക്കും. ഏറ്റവും അവസാനം അവർ കുറച്ചു മുകളിൽ നിന്ന് പാൽ ഒഴിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പാൽ കോഫിയുടെ അടിയിലേക്ക് നന്നായി മിക്സാകും. കപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു പതയെ മുകളിൽ നിർത്തിക്കൊണ്ടാണ് അവർ ആ മനോഹരമായ ലാറ്റെ ആർട്ട് വരച്ചെടുക്കുന്നത്.